ഉച്ച കഴിഞ്ഞ് കുറച്ച് സമയം കിട്ടിയപ്പോൾ പച്ചക്കറി നട്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അതായത് പച്ചക്കറീൻ്റെ തൈയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ ദിവസമായി, തൈയും വിത്തും ഒക്കെ. പക്ഷേ ഇതുവരെ നടാൻ കൂടിയിട്ടില്ലേ. ഇന്നാണ് കേട്ടോ അതൊന്ന് നടാൻ സമയം കിട്ടണത്. നമ്മുടെ വീട് എന്ന് പറയുന്നത് പുഴേൻ്റെ തൊട്ടോരത്താണ് കേട്ടോ. അതായത് പുഴേൻ്റെ അവിടെ നിന്ന് തൊട്ടിപ്പുറത്തൊരു കെട്ടുണ്ട്. ആ കെട്ടിൻ്റെ മുകളിലായിട്ട് ആണ് നമ്മളെ വീടൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പുഴയിൽ വെള്ളമൊക്കെ കയറുമ്പോൾ ഇടയ്ക്ക് നമ്മളെ വീട്ടിലും വെള്ളം കയറാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറി കേട്ടോ. ഇപ്പോൾ പുഴമാട്ടിൽ നടാനായിട്ട് പോവാണ് കേട്ടോ വിത്ത്. കെട്ട് കഴിയുന്ന ഭാഗത്ത് ചെറിയൊരു ഇറക്കണ്ടേ, അതിലൂടെ സൂക്ഷിച്ച് വേണം ഇറങ്ങാനായിട്ട്. അതിലാണ് നമ്മൾ പുഴയ്ക്ക് ഇറങ്ങാനുള്ള വഴിയുള്ളത്. നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് തന്നെ വരുന്ന കുറച്ച് ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മൾ നടാൻ പോണത്. അമ്മ ഇവിടെ പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കാണ്. അപ്പുറത്ത് അഖിലേട്ടൻ കിളയ്ക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഈർപ്പുള്ള മണ്ണായതുകൊണ്ട് നമുക്ക് സുഖമാണ്. ഇടയ്ക്കിടയ്ക്ക് രാവിലെ വൈകുന്നേരം വന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് അതും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ കുറച്ച് വിത്തേ നടണുള്ളൂ. കുറച്ച് തൈകളുണ്ട്. അത് നമ്മളെ ടെറസിലായിട്ട് നടാനാട്ടോ വിചാരിച്ചേക്കണത്. മറ്റേ വേനൽക്കാലം ആയതുകൊണ്ട് മഴ പെയ്തിനി പുഴയിൽ വെള്ളം കയറില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ സാഹസം. നമ്മൾ മാത്രമല്ല കേട്ടോ, പുഴയുടെ അക്കരെയൊക്കെ കുറേ ആളുകൾ പയറും കപ്പയും ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി അക്കരയുടെ ചേട്ടൻ കൃഷി ചെയ്തിട്ട് ആകെ വെള്ളം കയറി പോയിട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയ സമയത്ത് ഇപ്രാവശ്യം അവർ കുറച്ച് പൊക്കത്തായിട്ടാണ് കൃഷി ചെയ്തിട്ടുള്ളത്. വെള്ളം വന്നാലും പെട്ടെന്ന് കയറാത്ത തരത്തിലുള്ള വെള്ളം കയറൂല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നമ്മളും നടന്നത് കേട്ടോ. കുറച്ച് പയറും വെണ്ടേൻ്റെ വിത്തും അതേമാതിരി പച്ചമുളകിൻ്റെ അരി ഇടാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ടെറസിലാണ്. തക്കാളി അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ തൈ അതൊക്കെ നമ്മൾ ടെറസിലാണ് നടുന്നത്. ഇപ്പോൾ ഇവിടെ തൽക്കാലം ഇത് മാത്രമേ ഇടണുള്ളൂ കേട്ടോ. ഇത് വെണ്ടേൻ്റെ വിത്താണ്. ഇത് നമ്മൾ ഫാമിൽ പോയില്ലേ അന്ന് വാങ്ങിയതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. നിങ്ങൾ ഈ നിൽക്കണ പുല്ല് കണ്ടോ, ഇതിന് ഇവിടെ പഞ്ഞിപ്പുല്ല് എന്നാണ് കേട്ടോ പറയണത്. നമ്മുടെ പുഴമാട്ടിൽ കൂടെ നിറച്ചുണ്ടാവും. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. കഴിഞ്ഞ കൊല്ലം ഏകദേശം ഈ സമയത്തായിരുന്നു കേട്ടോ എൻ്റെ കല്യാണം. ആ സമയത്ത് ഞങ്ങൾ ഈ പുഴമാട്ടിൽ വന്ന് ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. ഒരു കൊല്ലമായി, വിശ്വസിക്കാൻ പറ്റണില്ല. അഖിലേട്ടൻ മുളകിൻ്റെ അരി വിതറാണ് കേട്ടോ. പയറിൻ്റെ മുകളിൽ കൂടെ തന്നെയാണ് വിതരണത്. പയർ നട്ടേൻ്റെ മുകളിൽ കൂടെ തന്നെ. ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ വിചാരിച്ചിട്ടാണ്. ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ തൈ മാറ്റി നട്ടാലും മതിയല്ലോ. കെട്ടിൻ്റെ അടുത്ത് നട്ടിട്ടുള്ള ഈ പയറൊക്കെ ഏകദേശം വിളവെടുക്കാനായിട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇത് കുറച്ച് നാളും കൂടെ കഴിയണം തോന്നുന്നു എടുക്കാൻ. ഇനി നമ്മൾ ബാക്കിയുള്ള തൈകളൊക്കെ ഗ്രോ ബാഗിലാക്കിയിട്ട് ടെറസിൽ വെക്കാൻ പോവാണ്. ഗ്രോ ബാഗ് നിറയ്ക്കാൻ മണ്ണെടുക്കാൻ വന്നതാണ്. ഇത് കണ്ടോ, ചാണകം ഉണങ്ങാനിട്ടതാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്നാണ് നമ്മൾ മണ്ണെടുക്കണത്. 7 ഗ്രോ ബാഗ് നിറച്ച് മണ്ണെടുത്തിട്ട് നമ്മൾ ടെറസിൽ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. ഇനി നിങ്ങൾ ഈ സുന്ദരക്കുട്ടപ്പന്മാരെ കണ്ടോ, എന്ത് ഭംഗിയല്ലേ കാണാൻ. കണ്ണൊക്കെ നോക്കി എന്ത് രസമാണെന്നറിയോ. പക്ഷേ ഇതിറ്റങ്ങളൊക്കെ വളർന്നു വന്നാൽ പിന്നെ അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് പോകില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഞങ്ങൾ കുറച്ച് മാങ്ങാഞ്ചി പറിച്ചിരുന്നു കേട്ടോ അവിടെ നിന്ന് തന്നെ. അച്ചാറിടാൻ വേണ്ടിയിട്ടാണേ. അഖിലേട്ടൻ ഓഫീസിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഐറ്റം അച്ചാർ കൊടുത്തു വിടാറുണ്ട്. മാങ്ങഞ്ചിയോ മാങ്ങയോ കയ്പ്പയ്ക്കയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ മാങ്ങാഞ്ചി അച്ചാറിടണം, വൈകുന്നേരം ആവട്ടെ. മാങ്ങഞ്ചി അച്ചാർ മാത്രമല്ല കേട്ടോ, ചമ്മന്തി ഇറക്കിയേ. നിങ്ങളാരെങ്കിലും മാങ്ങഞ്ചീൻ്റെ ചമ്മന്തി അച്ചാറൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. നമുക്കും അറിയാമല്ലോ. പിന്നെ കുറച്ച് മഞ്ഞളൊക്കെ ആയി നിൽക്കുന്നുണ്ട്. അതൊന്നും കൂടി ഒന്നായിട്ട് വേണം പറിച്ചെടുക്കാൻ. ഇത് നമ്മൾ
എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം വിളക്ക് വെക്കാനുള്ള നേരമായിട്ടോ. ഇതാ ഗ്രോ ബാഗിൽ നിറച്ചിട്ട് ടെറസിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഇതിനി അതിൽ കുറച്ച് ചാണകപ്പൊടി അതേമാതിരി തന്നെ വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം നമ്മുടെ തക്കാളീൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ തൈകൾ നടാനായിട്ട് കേട്ടോ. അപ്പം നല്ല കാറ്റടിക്കുന്നുണ്ട്. ഈ ത്രിസന്ധ്യ നേരത്തെ ഒരു പ്രത്യേക കാറ്റാണ്. പുഴയിലെ കാറ്റൊക്കെ വരുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ, ഏകദേശം ഇരുട്ടാവാനായി. അപ്പുറത്തൊക്കെ ലൈറ്റൊക്കെ തെളിഞ്ഞു തുടങ്ങി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ കേട്ടോ.